എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാനാണ്. നിങ്ങൾ വിചാരിക്കും ഈ ഓറഞ്ച് ജ്യൂസ് വലിയ കാര്യമാണെന്ന്. അതെ, ഇപ്പോഴും പലവർക്കും കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരിക്കും അല്ലേ. എനിക്കും ആദ്യമേ ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നല്ല കയ്പായിട്ടുള്ളതാണ്. പിന്നെയാണ് എനിക്കൊരു ടിപ്പ് മനസ്സിലായത്. നമ്മൾ ഓറഞ്ച് ഇതുപോലെ ഒന്ന് അല്ലിയെല്ലാം തൊടിച്ചിട്ട് ജാറിലിട്ടതിന് ശേഷം അതിൻ്റെ മഞ്ഞ പോർഷൻസ് ഇല്ലേ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് 3-4 ക്യൂബും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെല്ലാട്ടോ എടുക്കണ്ടേ, പൾസ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ മിക്സിയുടെ ജാറിൽ മിക്സിയിലൊരു ഓപ്ഷൻ കാണില്ല പൾസ് ചെയ്യുക, അങ്ങനെ പൾസ് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് മാത്രം എടുക്കണം. അത് ഒരുപാട് നേരം നമ്മൾ പൾസ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സിയിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ബാക്കി വരുന്ന ഈ ഓറഞ്ചില്ലേ അതും വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രം എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ അരപ്പിൽ ഈ ഓറഞ്ചില്ലേ അതും വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രം എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ അരപ്പിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരുപാട് വൈകാതെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ദാ ഇവിടെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സി ജാറിൻ്റെ അടുപ്പിൽ പറ്റിയിരിക്കുന്ന ബാലൻസ് ഉള്ള ഓറഞ്ച് ജ്യൂസില്ലേ അതിലേക്ക് ഗ്ലാസ് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര വിതറിയിട്ട് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് കൂടി ഞാൻ സെർവ് ചെയ്തിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാവേ, അതും കയ്പില്ലാത്ത. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും അതോടൊപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.